ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. നോമ്പുകാലാണല്ലോ. പണ്ട് മുതലേ നോമ്പുകാലത്ത് മാത്രം കണ്ടുവരുന്ന ഒന്നാണ് പത്തിരിയും വറുത്തരച്ചിട്ടുള്ള ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഉള്ള കറിയൊക്കെ. നമ്മളെ അടുത്ത് കുറെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നോമ്പുകാലം വരുന്നത്. കാരണം എന്താന്നോ, വീട്ടിൽ നിന്ന് ഉമ്മ അവർക്ക് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവര് ഭയങ്കര പ്രതീക്ഷയാണ്. ആ ഒരു നോമ്പെടുക്കുന്ന കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. വൈകുന്നേരം വരെ ഇങ്ങനെ പട്ടിണി കിടന്ന് നമ്മളെപ്പോലെ നിസ്കാരമൊന്നും ഇല്ലെങ്കിലും പക്ഷേ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവരുടേതായിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ നോമ്പെടുക്കുന്നത്. ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയും. നോമ്പെടുത്ത് ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർ ഫീൽ ചെയ്തിട്ടില്ല. വൈകുന്നേരം ഉമ്മാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പത്തിരിയും ചിക്കൻ കറിക്കൊക്കെ അവർ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത്. എന്റെ കുട്ടിക്കാലത്തുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോ അയൽവാസികൾക്കൊക്കെ ഇപ്പോഴും അവർ കാണുമ്പോൾ പറയാറുണ്ട് താത്താന്റെ പത്തിരിയും ചിക്കൻ കറിയും അടിപൊളിയായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടുപഠിച്ചതാണ് ഞാന്. അപ്പൊ അങ്ങനത്തെയുള്ള ഒരു പ്രിപ്പറേഷന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, പക്ഷെ പുതുതായിട്ട് കിച്ചണിൽ കയറുന്ന അല്ലെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ള കഞ്ഞി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ കഴിയും. ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി 1.5 കപ്പ് പൊടിയാണ്. മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഉള്ളിയൊക്കെ ഇപ്പൊ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അരപ്പിന്റെ കൂട്ടത്തിലുള്ള വെള്ളമാണ്. മട്ടരി വെച്ചിട്ടുള്ള പത്തിരിയും തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഉണ്ടാക്കുന്നത് മക്കൾക്ക് കഞ്ഞിയാണ് കേട്ടോ. അത് മട്ടരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 250 ml കപ്പിലൊരു കപ്പാണ് എടുത്തിട്ടുള്ളത്. വേനൽക്കാലം ആയതുകൊണ്ട് മക്കൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്. പിന്നെ മട്ടരിന്റെ ചോറ് അവർ കഴിക്കൂല. അങ്ങനെ കഞ്ഞിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് കഴിക്കൂട്ടോ. കഞ്ഞി അടുപ്പത്ത് വെക്കാൻ വേണ്ടിട്ട് പോവാണ്. കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കഞ്ഞി വെക്കുമ്പോൾ കുക്കറിന്റെ അടപ്പിന്റെ മുകളിൽ തൂവി തെറിച്ചു പോകും. അപ്പൊ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ള കഞ്ഞി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ കഴിയും. നല്ല ടേസ്റ്റാണ്. മക്കള് നല്ലതുപോലെ കഴിക്കലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പത്തിരി റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി 1.5 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മട്ട അരിന്റെ പൗഡറാണ് കേട്ടോ. സാധാരണ വെളുത്തിട്ടുള്ള പത്തിരി അല്ല ഉണ്ടാവുക, ചുമന്ന കളറുള്ള പത്തിരിയാണ് ഉണ്ടാവുക. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ലതുപോലെ വെള്ളം എല്ലായിടത്തും എത്തുന്നത് വരെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്.
ഒരു 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്തിട്ട് ചെറിയ മൂടി വെച്ചിട്ടാണ് ഒന്ന് മൂടി വെച്ചെടുക്കുന്നത്. ഇതുപോലെ ഒരു തട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് മാവ് ശരിക്കും കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരല്പം വലുത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടന്നെ ഉണ്ട് കേട്ടോ. ഇതൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം കുഴച്ചെടുക്കാം. ഇത്രയും കൈ പൊള്ളുന്ന വിധത്തിൽ കുഴക്കാണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ ഒരു പകുതി ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഈ ചൂടിൽ വേണം നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ ഉരുട്ടുമ്പോഴൊന്നും നമുക്ക് കൈ പൊള്ളി പോകുന്നൊന്നുമില്ല. അപ്പൊ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് കൈ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടിപ്പോവാത്ത പത്തിരി നമുക്ക് കിട്ടുക. നമ്മൾ പരത്തുമ്പോഴൊന്നും പൊട്ടിപ്പോവാണ്ടിരിക്കുള്ളൂ. അപ്പൊ നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം പ്രസ്സിൽ അമർത്തിയിട്ട് അതിനുശേഷം കല്ലിൽ പരത്തിയിട്ടാണ് നമ്മളിവിടെ പത്തിരി ഉണ്ടാക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നത്. ഏകദേശം ഒരേ അളവിലുള്ള ബോൾസ് തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പത്തിരിയൊക്കെ പല വലുപ്പത്തിലായി പോകും. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം വെള്ളമാക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. നമ്മൾ മുറിച്ചിട്ട ബോൾസ് എല്ലാം കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഒന്നര കപ്പ് പൊടി വെച്ചിട്ട് 30 ബോൾസാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബോളൊക്കെ ഒരു റൗണ്ട് ഷേപ്പ്, അല്ലെങ്കിൽ ഞാൻ പരത്തുമ്പോൾ ചിലതൊക്കെ ഭൂപടായി പോകും കേട്ടോ. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പത്തിരി പരത്താനും എളുപ്പത്തിനാവും. കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒരു 1 ഫിംഗർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുള്ളൂ. അത്രയും മതി കേട്ടോ. കൂടുതലൊന്നും ഓയിൽ വേണ്ട. ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. പിന്നെ ഇത്ര പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ പ്രസ്സിൽ അമർത്തിയിട്ട് കല്ലിൽ പരത്തുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരു 2 റൗണ്ട് ഈസി ആയിട്ട് പരത്താനും പറ്റും.
നല്ല റൗണ്ട് ഷേപ്പിലാവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ പത്തിരിന്റെ ബോൾസ് എല്ലാം ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് പ്രസ്സിൽ. ഇനി ഇത് കല്ലിലൊന്ന് പരത്തി കൊടുക്കാണ്. നമ്മുടെ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് ഇവിടുന്ന് പണിക്കാർ തന്നതാണ് കേട്ടോ ഒരു ഹോസ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പത്തിരി പരത്താൻ ഉപയോഗിക്കല്. ഇനി ഓരോന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹോസിലും ഇതിലും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടാണ് പരത്തുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ പത്തിരി എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പാൻ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഇവിടെ പത്തിരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നല്ലപോലെ പൊങ്ങി കിട്ടൂല. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കുമിളകൾ വരാൻ തുടങ്ങിയ സമയത്താണ് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ റെഡ് കളറിലെ ഫുഡാണ് അധികം കൊടുക്കല്. വൈറ്റ് കളറിലെ ഫുഡ് മാക്സിമം ഒഴിവാക്കാറാണ് പതിവുള്ളത്. കാരണം വൈറ്റ് കളറുള്ളത് ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. നമ്മൾ മക്കൾക്കായാലും ശീലിപ്പിക്കുന്നത് നല്ലതാണ്. ഒരു പത്തിരി നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റിന് അകത്തുള്ള സമയം വരുള്ളൂ. കാരണം പാനൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ചെറിയ കുമിളകൾ വന്ന് തുടങ്ങുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. തീ കുറവായിട്ട് പാന് ചൂട് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി കിട്ടൂല കേട്ടോ. എല്ലായിടത്തും കുക്കായി വരുമല്ല. ഒരു പത്തിരി ചുട്ട് കഴിയുമ്പോൾ നമ്മൾ പാനൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അതിലുള്ള പൊടിയെല്ലാം ഉണ്ടായിട്ട് കരിഞ്ഞു പോകും. നമ്മൾ പിന്നെ ഇടുന്ന പത്തിരിയുടെ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ക്ലീൻ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചെറിയൊരു സവാള, ചെറിയ പീസ് ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ചെറിയ ഒരു തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. തേങ്ങ, ചെറിയുള്ളി, വലിയ ജീരകം, കുരുമുളക്, കറിവേപ്പില. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മസാലപ്പൊടികളാണ്. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. പിന്നെ എടുക്കുന്നത് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അല്പം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് ചിക്കൻ മസാലയാണ്. നമ്മൾ എടുത്തിട്ടുള്ള ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന്ന് അല്പം ഞാൻ തേങ്ങ വറുക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. മൺകലത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഈ തക്കാളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും ഉള്ളിയും കുരുമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ, ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെയെങ്കിലും ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തേങ്ങയുടെ ഒരു വശം മാത്രം കരിഞ്ഞു പോകും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉള്ളി ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ ഉള്ളിയുടെ ഒരു വശം സൈഡിൽ പാന് ചൂടായി നിൽക്കുന്ന സൈഡിൽ മാത്രം കരിഞ്ഞു പോകും കേട്ടോ. കളർ ചേഞ്ച് ആവും, എല്ലാവർക്കും ഒരേപോലെ കുക്കായി കിട്ടില്ല. അപ്പൊ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തീയൊരൽപ്പം കുറച്ച് വെച്ചാലും കുഴപ്പമില്ല, നമ്മുടെ ശ്രദ്ധയൊന്നും മാറിപ്പോകുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലൂ ക്യാൻഡി ഫിനിഷ് ആയല്ലോ. ബ്ലൂ ക്യാൻഡി ഫിനിഷ് ആയിട്ടുണ്ടോടാ? ബ്ലൂ ക്യാൻഡി ഫിനിഷ് ആയല്ലോടാ. വാട്ടർമെലൺ കഴിച്ചോ നീ? കഴിച്ചു. ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പച്ചമണം നല്ലോണം മാറിയതിന് ശേഷം വേണം നമ്മൾ പൗഡറുകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി കളറൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലേ തേങ്ങയും കുരുമുളകും എല്ലാം കൂടിയിട്ടുള്ള സ്മെല്ല് നല്ലോണം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ വഴറ്റി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വെക്കാം. ഈ പാനിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് നല്ലതാണ്, കാരണം കൂടുതൽ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്, ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉള്ളിയൊക്കെ ഇപ്പോൾ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ. ഇത്രയും മതി, ഇനി ആയാൽ കൂടുതൽ കരിഞ്ഞു പോകും. ഇങ്ങനെ കുക്ക് ചെയ്ത് വാങ്ങി വെക്കാനാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാലപ്പൊടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അധികം കുക്കാവണ്ട, ഈ പാനിന്റെ ചൂട് കൊണ്ട് തന്നെ ഈ മസാലപ്പൊടിയൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. നല്ലൊരു സ്മെല്ല്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കൂടുതലായിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടി കരിയൊന്ന് പേടിയുള്ളവർക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഇത് കൊഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോഴും ഇതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. കുറച്ച് സമയം ഒന്ന് ഇത് വഴറ്റി കൊടുക്കുന്നത് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വറുത്തരച്ചുണ്ടാക്കുന്ന കറിക്ക് ഒരുപാട് പുളി ആവശ്യമില്ല, അതുകൊണ്ടാണ് കുറച്ച് മാത്രം തക്കാളി ചേർത്തിട്ടുള്ളത്. തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ മതി. മസാലപ്പൊടി കരിഞ്ഞു പോവോന്ന് പേടിച്ചിട്ടാണ് ഞാൻ മൂടി വെക്കാത്തത്. അപ്പോൾ നമ്മളിനി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ, ചിക്കൻ വെന്ത് കിട്ടാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ നമ്മൾ കുക്കായി വരുന്ന സമയത്ത്. പിന്നെ
ഇതൊന്ന് തിള വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ ഒന്ന് കുക്കായി വരുന്നത് വരെ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ വറുത്ത് വെച്ചതാണ് നൈസായിട്ട് നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഒരുപാട് കുക്കാവരുത്, അപ്പോൾ തേങ്ങയിലുള്ള എണ്ണയൊക്കെ വേറിട്ട് വന്ന് നമ്മൾ കറിക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ആവും. അരപ്പിന്റെ കൂട്ടത്തിലുള്ള വെള്ളമാണത്. നമുക്ക് എത്രയാണോ കറിക്ക് ലൂസ് വേണ്ടത് അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലേറെ ടേസ്റ്റ് കറിക്ക് കൊടുക്കുന്നത് ഇങ്ങനെ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ്. നല്ലോണം കുറുകിയിരിക്കാത്ത രീതിയിൽ ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കറിക്കൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറിയാക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം അല്പം കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിള വരുന്ന സമയത്ത് മാത്രം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്ര നേരം മാത്രം കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഇത് മൺകല ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചൂടും കൂടെ ഉണ്ടാവും ഈ തേങ്ങ വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് കുറച്ച് സമയം. അതിന് ശേഷമാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. ഇപ്പോൾ കഴിക്കാനായിട്ടില്ല കേട്ടോ. മൺകലത്തിന്റെ ചൂട് കൊണ്ട് തന്നെ ഇത് തിളക്കുന്നുണ്ട്. അപ്പോൾ ആ തിളയിൽ തന്നെ നമ്മൾ തേങ്ങയൊക്കെ കുക്കായിക്കോളും. അങ്ങനെ നമ്മുടെ മട്ടരി വെച്ചിട്ടുള്ള പത്തിരിയും തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയൊക്കെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ കഴിക്കാൻ ടൈം ആയിട്ടില്ല, ബാങ്ക് കൊടുത്തിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ നോമ്പിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് പത്തിരിയും ചിക്കൻ കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കുന്ന ഒരാളൊന്നല്ല കേട്ടോ. ഗീ റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കല്. ചിക്കൻ വരട്ടിയതും ഗീ റൈസ്, പിന്നെ ജ്യൂസുകൾ, മെയിനായിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത് എളുപ്പമാണ്, എനിക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. പിന്നെ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നോമ്പല്ലെങ്കിലാണ് ഞാൻ പത്തിരി സാധാരണ ഉണ്ടാക്കാറുള്ളത്. നോമ്പിന് അത് നോമ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പത്തിരി കുഴച്ചും പരത്തിയൊക്കെ എടുക്കാൻ എനിക്കൊരു കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. പിന്നെ മക്കളൊക്കെ ആയിട്ട് അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ റെഡ് കളറിലുള്ള ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള കണ്ടന്റുള്ള ഫുഡൊക്കെ മക്കൾക്ക് കൊടുത്ത് ചെറുപ്പത്തിൽ തന്നെ കൊടുത്ത് ശീലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ റെഡ് കളറിലുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ഫൈബറൊക്കെ ഉള്ള നാരൊക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. കാരണം ചെറുപ്പത്തിൽ നമ്മൾ ഈ ചുവന്ന അരി കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ വിരുന്ന് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ആ അരി കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ കഴിയില്ല. പല പെങ്ങളെ വീട്ടിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടെ അവർ നെല്ലും പാടത്ത് കൃഷിയൊക്കെ ഉള്ള ടീമാണ്. ഇപ്പോൾ അവിടെ എപ്പോൾ ചെന്നാലും നമുക്ക് ഈ റെഡ് കളറിലുള്ള ഫുഡാണ് കിട്ടുക. പുട്ട്, അപ്പം, ദോശ, ചോറ്, എല്ലാ ഐറ്റംസും ഇങ്ങനെ റെഡ് കളറിലാണ് ഉണ്ടാവുക. നമ്മുടെ വീട്ടിൽ ഫുള്ളും വൈറ്റ് കളറും അവിടെ ചെല്ലുമ്പോൾ ഫുള്ളും റെഡ് കളറും. നമുക്ക് ആ ടേസ്റ്റ് തന്നെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊരിക്കലും കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഹെൽത്തി ആണ്, അവർ കുഴപ്പമില്ല, അവർ ഓക്കെയാണ്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ അവര് പ്രത്യേകിച്ച് വൈറ്റ് കളറിലുള്ള ഫുഡൊക്കെ വാങ്ങി ഐറ്റംസ് ഒക്കെ വാങ്ങി ഫുഡ് റെഡിയാക്കി തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മക്കൾക്ക് ഞാൻ ഈ റെഡ് കളറിലുള്ള ഫുഡൊക്കെ കൊടുത്ത് ശീലമാക്കിയത് കൊണ്ട് അവർക്ക് അത് കുഴപ്പമില്ല. അവരത് ഇഷ്ടത്തോടെ തന്നെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ പുറത്ത് പോയാലും വേറൊരു വീട്ടിൽ പോയാലൊക്കെ ഗസ്റ്റ് ആയിട്ട് ചെല്ലുമ്പോഴൊന്നും അതൊരു ബുദ്ധിമുട്ടല്ല. പിന്നെ നോമ്പ് കാലത്ത് ഇപ്പൊ ചൂടുകാലം കൂടെയാണ്. അപ്പൊ നമ്മൾ ജ്യൂസ് കൂടുതൽ കഴിക്കാനും ഫ്രൂട്ട്സ് ഐറ്റംസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും കരിച്ചതും നമ്മൾ വറുത്തെടുക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റംസ് ഒക്കെ കുറച്ചൊന്ന് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.